തിരമാലകളുടെ സംഗീതം നിലയ്ക്കാത്ത മണ്ണിൽ വിശ്വാസികൾക്കെന്നും അത്താണിയായാണ് വിഴിഞ്ഞം വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഷൈഖ് മുഹിയുദ്ദീൻ മസ്ജിദ് നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വെളിച്ചമായി അറബിക്കടൽ കടന്നു വന്ന സൂഫി വര്യന്മാരുടെ സ്മരണകൾ ഇന്നും ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. കടലിനും കരയ്ക്കും കാവലായി നിൽക്കുന്ന ഈ പുണ്യഗേഹത്തിന്റെ ചരിത്രത്തിലേക്കും ആത്മീയ പ്രഭയിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. ദൈവമേ കൈതൊഴാമിലേക്ക്. കാലത്തിന്റെ ചുവടുവയ്പ്പുകളിൽ വിഴിഞ്ഞത്തിന്റെ ഭൂമിശാസ്ത്രം മാറി മറിഞ്ഞപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത് ഇവിടത്തെ ഈ ആത്മീയ ചൈതന്യമാണ്. 7-ാം നൂറ്റാണ്ടിൽ വിഴിഞ്ഞം ഒരു പ്രധാന തുറമുഖമായിരുന്ന കാലം മുതൽക്കേ ഇസ്ലാമിക ചരിത്രത്തിൽ ഈ മണ്ണുണ്ട്. ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന മഹാനായ ആത്മീയ ഗുരുവിന്റെ നാമധേയത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. വെറുമൊരു പ്രാർത്ഥനാലയം എന്നതിലുപരി വിഴിഞ്ഞം മുഹിയുദ്ദീൻ പള്ളി മതസൗഹാർദ്ദത്തിന്റെ ഉദാത്തമായ മാതൃക കൂടിയാണ്. ജാതി മത ഭേദമന്യേ ആയിരങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ ആശ്രയത്തിനായി എത്തുന്നത്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പള്ളിയുടെ മിനാരങ്ങൾ ഒരു കാവൽ വിളക്കാണ്. വഞ്ചി ഇറക്കുന്നതിന് മുൻപ് ഇവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ നാണയത്തുട്ടുകൾ അർപ്പിക്കുന്നത് വിഴിഞ്ഞത്തെ മുക്കുവരുടെ കാലങ്ങളായുള്ള ശീലമാണ്. മനസ്സിന്റെ ഭാരങ്ങൾക്ക് ഇവിടുത്തെ മണ്ണിൽ ശാന്തി ലഭിക്കുമെന്ന് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നു. പള്ളിക്കകത്തെ ശാന്തതയും അറബിക്കടലിൽ നിന്നുള്ള തണുത്ത കാറ്റും ഏത് അശാന്തമായ മനസ്സിനെയും തണുപ്പിക്കും. വ്യാഴാഴ്ച രാവുകളിലും ഉറൂസ് നാളുകളിലും ഈ പരിസരം ഭക്തിസാന്ദ്രമായ ജനസമുദ്രമായി മാറാറുണ്ട്. നിർമ്മാണത്തിലുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ വികസനത്തിന്റെ പുതുയുഗം പിറക്കുമ്പോഴും പഴമയുടെ പ്രൗഢിയും തനിമയും കൈവിടാതെ ഈ പള്ളി ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഇത് വെറുമൊരു കെട്ടിടമല്ല, ഒരു ജനതയുടെ വിശ്വാസമാണ്, അത്താണിയാണ്. വിശ്വാസത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയ ഈ മണ്ണിൽ മനസ്സിനു ശാന്തി തേടി ഇനിയും ആയിരങ്ങളെത്തും. വിഴിഞ്ഞത്തിന്റെ ഓരോ തിരമാലയ്ക്കും പറയാനുള്ളത് ഈ പള്ളിയുടെ മഹത്വത്തെക്കുറിച്ചാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.